നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെൽ ഐക്കണും അമർത്തൂ. ഹായ് എവരിവൺ, ഐ ആം ജിഷ രാജൻ. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്. എവ്രി വൺ ഹും ഐ മീറ്റ് അവരെൻ്റെ അടുത്ത് ചോദിക്കും ഈ മുടിയുടെ രഹസ്യം എന്താണെന്ന്. ആൻഡ് മോസ്റ്റ് ഓഫ് ദം എല്ലാവരും എന്നെ കളിയാക്കുക ചെയ്യാറ്. ബിക്കോസ് നല്ല വളക്കൂറുള്ള മണ്ണിലാണ് കൂടുതലായിട്ട് വളർച്ച ഉണ്ടാവുന്നത് എന്നാണ് പറയുക. അതായത് എൻ്റെ തലയിൽ കളിമണ്ണാണെന്ന്. ആൻഡ് ദാറ്റ്സ് ഫൈൻ, ഐ ഡോണ്ട് കെയർ. ബട്ട് ബിക്കോസ് എനിക്ക് എൻ്റെ മുടി വളരെ അഭിമാനമാണുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയാറുണ്ട് മുടി നോക്കാൻ എന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ഇൻ വൺ സെൻസ് ഇറ്റ് ഈസ് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും ഇനീഷ്യലി നമ്മളത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരു പുതിയ ചെരുപ്പ് വാങ്ങിച്ചാൽ തന്നെ അതൊന്ന് നമ്മുടെ കാലുമായിട്ടൊന്ന് സിങ്കായി വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ ബി ഓൾറൈറ്റ്. അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ മുടിയുടെ കാര്യത്തിൽ പറയാനുള്ളത്. ലൈക്ക് ഇനീഷ്യലി വെൻ യു ആർ സ്റ്റാർട്ടിങ് ഡൂയിങ് സംതിങ് ന്യൂ അതൊരു പ്രശ്നമായിട്ട് വരാറുണ്ട്. അങ്ങനെ എനിക്ക് ആദ്യം പ്രോബ്ലം വന്നിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തവണ മുടി ചെയ്യേണ്ടി വരും. ടൈം യു ഹാവ് ടു സ്പെൻഡ് ഫോർ യുവർ ഹെയർ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ചെയ്തിരുന്ന ഒരു റുട്ടീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കുളിക്കുന്നതിന് ഒരു ദിവസം രാവിലെ തന്നെ എടുക്കും. കുളിക്കുന്നതിന് മുന്നേ നമ്മൾ മുടി ചെയ്യണം. കാരണം കുളിച്ച് കഴിഞ്ഞിട്ട് ആ ഉണ്ടായിരുന്ന അത്രയും ജട പിന്നെ അത് കളയണം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ നനഞ്ഞ മുടിയുടെ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ആദ്യം കുളിക്കുന്നതിന് മുന്നേ മുടി ചെയ്യണം, കുളിക്കണം, കുറച്ച് എണ്ണ തേക്കാം, അത് ശരിക്കാക്കി പിന്നെ ഒന്ന് കെട്ടിവെച്ചതിന് ശേഷം എഗൈൻ വെൻ യു കം ബാക്ക് ടു യുവർ ഹോം ഭയങ്കര നമ്മൾ കുറച്ച് എന്താ പറയുക കാറ്റൊക്കെ അടിച്ചിട്ടുണ്ടാവും. സ്റ്റിൽ യു ഹാവ് ടു അഗൈൻ കോംബ് യുവർ ഹെയർ. അങ്ങനെ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ജട പിടിക്കാതിരിക്കുന്ന ഭയങ്കരമായിട്ട് റഫായിട്ടിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് എന്നാണ് നമ്മൾ ഷാമ്പു ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ദിവസം ആദ്യം ഒരു 20 മിനിറ്റ്സ് നമ്മൾ ഏതൊരു എണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ ഒരു 20 മിനിറ്റ്സ് അത് അപ്ലൈ ചെയ്യുക. ദെൻ നമുക്ക് ഷാമ്പു ചെയ്യാം. പിന്നെ ഒരു ആഡ് ഓൺ എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ചുകൂടെ മുടി നന്നായിട്ടിരിക്കണം, കുറച്ച് നന്നായിട്ട് വളരണം എന്നുള്ളതാണെങ്കിൽ ചെറുപയർ പൊടി, താളിപ്പൊടി, മുട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് എളുപ്പം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കുമല്ലോ. ആയുർവേദ സാധനങ്ങളായത് കാരണം നമുക്കൊന്നും ഈ ഹോം മെയ്ഡ് അങ്ങനത്തെ റെമഡീസ് ഒക്കെ ആയത് കാരണം ഒന്നും നമുക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാറില്ല. സോ കുറച്ച് ചെറുപയർ പൊടിയും കുറച്ച് താളിപ്പൊടിയും ഇതൊക്കെ കടയിൽ റെഡിലി അവൈലബിൾ ആണ്. അതിനകത്തേക്ക് കുറച്ച് മുട്ടയും കൂടെ മിക്സ് ചെയ്തിട്ട്, മുട്ടേൻ്റെ വൈറ്റും യെല്ലോയും കൂടെ രണ്ടും വേണം കേട്ടോ, അതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം തലയിൽ ഒരു 20 മിനിറ്റ്സ് നമുക്ക് വെക്കാം. ഇപ്പോൾ ഭയങ്കര ക്രോണിക്കായിട്ട് തലയിൽ തലമുടി പൊഴിയുന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ താരനുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി മുഴുവൻ നമുക്ക് ആ തലയിൽ വെച്ചുകൊണ്ടിരിക്കാം. ആദ്യമൊക്കെ ഞാൻ എങ്ങനെ ചെയ്യാറുണ്ട്, ചില സമയത്ത് ഈ ഭയങ്കര വെയിലും ഭയങ്കര ചൂടൊക്കെ ഉള്ള സമയമാണ്. ഇപ്പോൾ ഇതുപോലത്തെ ടൈം വന്നു കഴിയുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് പൊടി കയറാനും ഭയങ്കരമായിട്ട് സ്വെറ്റി ആയിട്ട് അവിടെ നിറച്ച് പൊടി അടിഞ്ഞു വിടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി എക്സ്ട്രാ കെയർ കൊടുക്കുന്ന രീതിയിൽ യു ക്യാൻ കീപ് ദാറ്റ് ഫോർ എ നൈറ്റ്. ആൻഡ് പിന്നെ രാവിലെ നമുക്കത് കഴുകിക്കളയാം. ഇല്ലെന്നുണ്ടെങ്കിൽ രാത്രി ജസ്റ്റ് നമ്മൾ കഴുകിയിട്ട് ഷാമ്പു അന്നേരം ഇടണ്ട. ഇപ്പോൾ ഒരു സാറ്റർഡേ നൈറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്തിട്ട് സൺഡേ മോർണിംഗിൽ നമുക്ക് ഷാമ്പു ചെയ്യാം, എന്നിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹൗ മച്ച് ടൈം യു ക്യാൻ സ്പെൻഡ് ഫോർ ദാറ്റ്. അങ്ങനെ ഞാനിപ്പോൾ നോർമലി ചെയ്യാറ് ലൈക്ക് വാട്ട് എവർ വിച്ച് ഈസ് യുവർ പ്രിഫറൻസ് ദാറ്റ് യു ക്യാൻ ഡു. പിന്നെ കുറച്ച് കാര്യം എന്താണെന്ന് വെച്ചാൽ കാണുമ്പോൾ നല്ല രസമാണ്. ആണുങ്ങൾക്ക് എല്ലാവർക്കും അല്ലെ പെണ്ണുങ്ങൾക്കാണ് നമുക്ക് കാണുമ്പോൾ നല്ല രസമാണ്. മുടി ഇങ്ങനെ ഉണ്ട്, ഹൈ ഏത് ഡ്രസ്സിൻ്റെ മുകളിലേക്ക് മാച്ച് ചെയ്യാം, അങ്ങനത്തെ കുറേ പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. പക്ഷേ ഇപ്പോൾ മിക്ക സ്ഥലത്തും എന്നു വെച്ചാൽ നമ്മളൊരു കോസ്റ്റ്യൂമിന് നമ്മുടെ മുടി ചിലപ്പോൾ നീളമുള്ള മുടിയാണെങ്കിൽ നമുക്ക് മാച്ച് ചെയ്യത്തില്ല, നമുക്ക് ചില ഹെയർ സ്റ്റൈൽസ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷേ ഹൂ കെയർസ് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയോട് കൂടി വേണം ഇപ്പോൾ നിങ്ങൾ മുടി വളർത്താൻ തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ഞാൻ ഷോർട്ട് സ്കേർട്ട് ഇടാറുണ്ട്. ആ സമയത്ത് നീണ്ട മുടി കിടക്കുമെന്ന് പറയുമ്പോഴത്തേനും ദാറ്റ് ഈസ് നോട്ട് മാച്ചിങ് ഫോർ യുവർ കോസ്റ്റ്യൂം എന്ന് പലരും നമ്മളോട് പറയും. ബട്ട് ഹൂ കെയർസ്, ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് യുവർ ഹെയർ യു ക്യാൻ ഡു വാട്ട് എവർ ഇറ്റ് ഈസ്. പിന്നെ മുടി പൊഴിഞ്ഞു വീഴുന്നൊരു കാര്യമുണ്ട്. പിന്നെ ഒരു ദിവസം നമ്മൾക്ക് മാക്സിമം ഓർ മിനിമം ലൈക്ക് അറൗണ്ട് ഒരു 100 സ്ട്രാൻഡ്സ് വരെ പൊഴിഞ്ഞു പോയാലും ഒരു കുഴപ്പമില്ല.
അത് വീണ്ടും വളരും. വീണ്ടും വളരാതിരുന്നാൽ മാത്രമേ പ്രശ്നമുള്ളൂ. വളരാതിരിക്കാൻ ഉള്ള ആ ഒരു ടെംപ്റ്റേഷനാണ് എല്ലാവർക്കും, ഒരു ടെൻഡൻസി എപ്പോഴും എല്ലാവർക്കും കൂടുതൽ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഈ ചെറുപയർ പൊടിയും മുട്ടയുടെ ഇതൊക്കെ തേക്കുന്നത്. ഈ ചെറുപയറുപൊടിയും മുട്ടയും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് താരൻ മാറ്റാനായിട്ട് നന്നായിട്ടിരിക്കും. പിന്നെ ക്രോണിക്കായിട്ട് താരൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളി അത് അരച്ചിട്ട് തലയിലിടും. അത് അരച്ച് ഏറ്റവും കൂടുതൽ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊളിഞ്ഞു വരുന്ന രീതിയിൽ അത്രയും താരൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ചെറിയ ഉള്ളി തേച്ചാൽ മതി. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ കടയിൽ കയറിയിട്ട് സാലഡായിട്ട് സൈഡ് കിട്ടുന്ന ആ 2-3 ഉള്ളി കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിൽ നിന്ന് എന്താണ് അവസ്ഥ വരുന്നതെന്നുള്ളത് ആ നീറ്റിലുണ്ടായിരിക്കും. അപ്പോൾ ആ സാധനം അരച്ച് തലയിൽ തേക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയിലായാലും പറയേണ്ടത്. ഇറ്റ്സ് റിയലി ലൈക്ക്, പക്ഷെ നമ്മൾ അത്രമാത്രം കഷ്ടപ്പാട് സഹിച്ച് സാധനം ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വർത്ത് ഇറ്റ്. പിന്നെ എണ്ണയുടെ കാര്യം, നമ്മളിപ്പോൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത്, അല്ല ഇന്ന എണ്ണ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ എല്ലാവരും ചെയ്യാറുള്ള എൻ്റെ ഭയങ്കര മുടിക്ക് കൊഴിച്ചില്ല, അത് വളരുന്നില്ല, അതുകൊണ്ട് ഞാൻ ആ എണ്ണ ട്രൈ ചെയ്തു, ഈ എണ്ണ ട്രൈ ചെയ്തു. ഏത് എണ്ണയാണെങ്കിലും നമ്മുടെ തലയിൽ യൂസ് ചെയ്യുന്ന എണ്ണ തന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാൻ നോക്കണം. ബിക്കോസ് ഒരെണ്ണം നമ്മുടെ മേത്ത് തേച്ചു, ഓക്കെ, അതിനുശേഷം നമ്മളത് മാറ്റുമ്പോൾ നമ്മുടെ മുടി ആ പർട്ടിക്കുലർ ഓയിലുമായിട്ട് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്താൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. എന്നാൽ നമ്മളൊരു 1 മാസം യൂസ് ചെയ്തു എന്നിട്ട് അടുത്ത എണ്ണ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല. ആൻഡ് ദാറ്റ് വിൽ ഇൻഡ്യൂസ് ഹെയർ ഫോൾ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളൊന്ന് ഇപ്പം അത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഓയിൽ ബട്ട് ഓൾസോ എന്ത് സാധനമായാലും ലൈക്ക് ഷാംപൂ ആയാലും കണ്ടീഷണർ ആയാലും ഹെയർ സ്പ്രേ ആണെങ്കിലും എല്ലാം യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 4-5 മാസത്തോളം നമ്മൾ യൂസ് ചെയ്തിട്ട് അത് ഒരു റിസൾട്ട് തരുന്നില്ല, എഗെയിൻ ഇറ്റ്സ് ഹാപ്പനിങ് ദ സെയിം തിങ്. അങ്ങനെയാണെങ്കിൽ മാത്രം മാറ്റാൻ ശ്രമിക്കാവുള്ളൂ. ആൻഡ് ദാറ്റ് ഇസ് ഫ്രം മൈ, എനിക്കറിയുന്ന കുറച്ച് ആൾക്കാരുടെ എൻ്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവ് അതാണ്. എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരുപാടൊന്നും നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ നോക്കാൻ ശ്രമിക്കുന്നുണ്ട്, നമ്മൾ എണ്ണ പരട്ടുന്നുണ്ട്, നമ്മുടേതായ രീതി നമ്മൾ എല്ലാം പക്കായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഹെയർ ഫോളിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല. പിന്നെ 2-3 മുടി ഒഴിഞ്ഞു എന്നും പറഞ്ഞ് ആരും സങ്കടപ്പെടേണ്ടയും കാര്യമില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും നീളമാണ്. അതുപോലത്തെ ഒരു 5 സ്ട്രാൻഡ് എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ വീട് മുഴുവൻ നിറയും. എന്നും എൻ്റെ അമ്മ എന്നെ ചീത്ത പറയും. ബട്ട് ഹൂ കെയർസ്? അതുകൊണ്ട് മാത്രമാണ് എൻ്റെ മുടി ഇപ്പോഴും ഇങ്ങനെ ലോങ് ആയിട്ട്. ഇല്ലെങ്കിൽ ദേഷ്യം വരും, നമ്മൾ ഓൾറെഡി പോയിട്ട് അത് കട്ട് ചെയ്ത് കളയും. അങ്ങനത്തെ കാര്യമൊന്നുമില്ല. പിന്നെ ചില ആൾക്കാർ പറയാറുണ്ട് നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻസ് ഒക്കെ വരും, അതിനകത്തൊന്ന് ലീവ് ചെയ്യാൻ. ചിലപ്പോൾ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഒന്ന് കോൺസെൻട്രേഷനൊക്കെ കൂട്ടി നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്ട് വീണ്ടെടുക്കാൻ വേണ്ടി ചില ആൾക്കാർ മുടി വെട്ടുമെന്ന് പറയും. ആൻഡ് ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് ഗോണ ഹെൽപ്പ് യു. പക്ഷേ വെച്ചാൽ ലൈക്ക് നമ്മുടെ മുടി നീണ്ടിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ ആൾക്കാർ ഇത് നോക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. ആൻഡ് ഐ തിങ്ക് എവ്രി വൺ ഹാവ് ടു ട്രൈ ദിസ്. ആൻഡ് ലൈക്ക് എന്തെങ്കിലും ഹെയർ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ദർ ഈസ് വേസ് ഫോർ കോപ്പിംഗ് വിത്ത് ദാറ്റ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പാ ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഒരു 2 മാസത്തിൽ ഒരിക്കലെങ്കിലും സ്പാ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട്. അത് വെറുതെ തലയിൽ എന്താ പറയുക, അവരൊരു എന്തെങ്കിലും ചെയ്യുന്നതിനല്ല, നമ്മുടെ തലയിലുള്ളിൽ ഈ സ്പാറിങ് വരുമ്പോൾ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.